ഇതൊരു മുള്ളാത്തയാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. ഒത്തിരി ഹൈറ്റൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൽ നിറച്ചും മുള്ളാത്ത കായ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു മുള്ളാത്ത, നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിയതാണ്. ഞാനത് പറിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയത്. അപ്പോൾ പറിച്ച് കഴിഞ്ഞിട്ടുള്ള ഞാനത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുണ്ടോ, മുള്ളാത്ത ഏത് മൂപ്പൊന്നും ആയിട്ടില്ല. ഇതേപോലെ വേറെ മുള്ളാത്തകളൊക്കെ അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മുള്ളാത്ത ഉണ്ടാവുന്നുണ്ട്. ചെറിയൊരു തണുപ്പും കൂടി ഉണ്ടെങ്കിൽ മുള്ളാത്തകൾ ഇഷ്ടംപോലെ വേണ്ട. ഇതിലെ മുട്ടാണിത്. പൂവ് വിരിയുന്നതിനേക്കാളും മുമ്പുള്ളൊരു മുട്ടാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ പൊട്ടി ഇതിൻ്റെ ഉള്ളിൽ കായുണ്ട്, ഒരു മുട്ട് പോലെ ഉണ്ടാവും. അത് ചെറുതായിട്ടൊന്ന് വിരിയും. അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോയി അതിലാണ് ഈ മുള്ളാത്തകൾ ഉണ്ടാവുന്നത്. മുള്ളാത്തകളിൽ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ഇതിനൊരു പുളിപ്പും അതുപോലെ തന്നെ ഒരു മധുരവും ഒക്കെ കൂടിയൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ചിലവർ ഇത് കഴിച്ചാൽ ക്യാൻസറിനൊക്കെ നല്ലതാണെന്നും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടും കഴിക്കുന്നവരുണ്ട്. എന്തായാലും ഇതൊരു ഓർഗാനിക് ഫ്രൂട്ടാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓർഗാനിക് ഫ്രൂട്ടാണ്. ഈ ഓർഗാനിക് ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും എന്തായാലും ഇല്ല. അപ്പം ഇതിൻ്റെ മുള്ളാത്ത അതാ ഇതിൽ പുറമേ കണ്ടോ, മുള്ളു പോലെ നിൽക്കുന്നത് കണ്ടോ. അതിനെ കുത്തുന്ന ടൈപ്പ് മുള്ളൊന്നുമല്ല, മുള്ളിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിങ്ങനെ വലുതാവും. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ച് വലിപ്പം വയ്ക്കും. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാനൊന്ന് ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഏകദേശം ഒരു 3 കിലോ കൂടുതൽ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.